അപ്പോൾ നമ്മുടെ ഡുണ്ടുമണിയും പിള്ളേർ അനിയത്തിമാരും കൂടെ രാവിലെ പാലും ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. ഇന്നൊരു സങ്കടമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ ഡുണ്ടുമോള് കുറച്ച് സമയത്തിനകം ഈ വീട്ടിൽ നിന്ന് പോകും. അപ്പം അവള് ഫെബ്രുവരി 4 മാർച്ച് 4 കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ ഇനി ഇവിടെ നിർത്തി ഇപ്പം തന്നെ നമുക്കൊരു വിഷമം കൊടുത്തു വിടുന്നതിന്. ഇനി ഇവിടെ നിർത്തിയാൽ നമ്മളോട്ട് കൂടുതൽ അടുക്കും. പിന്നെ അവൾക്കായാലും നമുക്കായാലും പിരിയാനൊരു വിഷമമായിരിക്കും. ഇപ്പം ആണെങ്കിൽ കുഴപ്പമില്ല, അവൾക്കിപ്പോൾ ആരെ കിട്ടിയാലും മതിയല്ലോ, അങ്ങനെ ഒരു പരുവ. പക്ഷെ അമ്മക്ക് വിഷമം, അത് വേറെ കാര്യം. നമുക്കെല്ലാവരും കൂടെ നിർത്താൻ പറ്റത്തില്ല. ഈ കാണുന്ന 5 പേര് ഓരോരോ വീടുകളിൽ പോയി താമസിക്കാനുള്ളവരാ. നമുക്കൊരു പരിധി ഉണ്ടല്ലോ, 5 പേര് കൂടുതലൊന്നും നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഡുണ്ടുമോള് പോകുന്നൊരു സങ്കടമുണ്ട്. ഇപ്പോൾ രാവിലെ നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുക. നാളെ മുതൽ ഇതൊന്നും ഇല്ല. ഡുണ്ടു ഒറ്റയ്ക്കാണ്, ഡുണ്ടു പോകുന്ന വീട്ടിൽ ഡുണ്ടു ഒറ്റയ്ക്കാട്ടോ. അപ്പം രാവിലെ നമ്മുടെ റേഷൻ കടയിലോട്ട് കൊണ്ടുചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ കട തുറക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരാം, വിളിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഡുണ്ടുവിനെ കൊണ്ടുപോകാനായിട്ട് നല്ല റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ നല്ല എല്ലാവരും ടാറ്റ പറയാനായിട്ട് എന്ന് കേട്ടോ. എന്നിട്ടിപ്പോൾ മിക്കു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര ബഹളം. ഒന്നും അറിഞ്ഞിട്ടല്ല, ഞാനിവിടെ എടുത്തേക്കുന്നുണ്ടാണ്. മിക്കുവിന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാം. അവളുണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക. ബാക്കിയുള്ളതിനൊക്കെ ഭയങ്കര കുറയായിരുന്നു. ഞാനിവിടെ എടുത്തേക്കുന്നതിൻ്റെ അസൂയ കേട്ടോ കാണിക്കുന്നത്. സാധാരണ മിക്കുവായി അസൂയ കാണിക്കണം. കാരണം മിക്കു ഇച്ചിരി സ്വാർത്ഥ. കാരണം അവളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കരുത് എന്നുള്ളൊരു രീതി. അങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ബെല്ലാമ്മച്ചിക്ക് ഒന്ന് കാണിക്കണ്ടായോ. ബെല്ലാമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു, എടി നമുക്ക് നിർത്താൻ പറ്റത്തില്ല, നമുക്ക് വേറൊരു വീട്ടിൽ കൊടുത്ത് വിടാം, അവൾ സുഖമായിട്ട് പോയി ജീവിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ബെല്ലയ്ക്ക് ഏതാണ്ട് ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. തിരിച്ച് ബെല്ല ഉമ്മയൊക്കെ കൊടുത്തു. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു വിടുവാണ്. നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറം. നമുക്ക് വേണമെങ്കിൽ പോയി കാണുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ രാവിലെ ഡുണ്ടു ബേബിയെ കൊണ്ട് ഞങ്ങൾ പോവാട്ടെ. എന്തുവാ ഏതാണെന്നറിയാതെ എൻ്റെ കയ്യിൽ അവൾ ഇരിക്കുന്നത് നോക്കിയത് കഷ്ടം തന്നെ. ഡുണ്ടുവിനെ ഞങ്ങൾ കടയിൽ കൊണ്ടുവന്ന് വെച്ചേക്കും കേട്ടോ. അപ്പോൾ കടയിൽ വന്ന് എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. ഡുണ്ടു ഭയങ്കര സങ്കടത്തിലാണ്. അഷ്മിയൊക്കെ ഇപ്പോൾ പൊട്ടിക്കരയും. എല്ലാവർക്കും വിഷമം. ആ കള്ളിക്കുണ്ടിനുണ്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലടാ, നമുക്ക് എല്ലാവരെയും കൂടെ പറ്റത്തില്ല. ഇപ്പോൾ വരാം, ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇരിക്കുക നമുക്ക് സങ്കടമാണ്. പപ്പിയുടെ കുഞ്ഞിനെയും ചിലപ്പോൾ ഇന്ന് ഒരാളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൂടെ വരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും വരുമ്പം കാണാവേ. ഡുണ്ടു ഇന്നലെ ആണ്ട് ആഷ്മി ഇവിടെ വന്നപ്പോൾ കടയിൽ വന്നപ്പോൾ കടിച്ചു പറിച്ചിട്ട പേന കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഡുണ്ടു വന്നോണ്ട് ഇത് ഡുണ്ടുവിന്റെ തലയിലായി. അപ്പൊ അമ്മൂമ്മ വന്ന് ചോദിക്കുമ്പോ ഡുണ്ടു കടിച്ചു പറിച്ചെന്ന് പറഞ്ഞത്. കണ്ടോ ഡുണ്ടു, പോതതിന് മുമ്പ് ഇല്ലാത്ത കുറ്റം മൊത്തം നിന്റെ തലയിൽ വെച്ചെന്ന് കേട്ടോ. സുന്ദരി കുട്ടിയാ ഞങ്ങളുടെ ഡുണ്ടു. അല്ലെങ്കിൽ സുന്ദരി കുട്ടിയും മിടുക്കിയും സാമർത്ഥ്യക്കാരിയും എല്ലാം തികഞ്ഞവളാ. കണ്ടോ, മിടുക്കിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് എല്ലാവരും ഇവിടെ പറ്റത്തില്ലല്ലോ. ഡുണ്ടുവിനെ പോലെ ആരും ഇല്ലായിരുന്നു. എവിടെ പോവാ? ഇറങ്ങി സങ്കടം മൂത്ത് ഡുണ്ടു കണ്ട എൻ്റെ ഗൂഗിൾ പേ ഇപ്പം തട്ടിക്കളയൻ്റെ. ഇതൊക്കെ തട്ടിക്കളയുമല്ലേ ഇപ്പം കൊച്ചു പെണ്ണ്. കിടന്നുറങ്ങും നോക്കാം. തലേണയാണത്. ഭയങ്കര ഉറക്കം. രാവിലെ വയറ് നിറഞ്ഞിരിക്കുക. അങ്ങനെ കടയിൽ ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അണ്ണൻ വന്നായിരുന്നു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അണ്ണന് സോഡയുടെ പരിപാടിയുണ്ട്. അപ്പം ഒരു അരമണിക്കൂർ ഞാൻ വണ്ടി ഇതൊന്ന് കൊടുത്തിട്ട് വരാം, തിരിച്ചു വരുന്ന വഴിക്ക് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞെന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഡുണ്ടു നമ്മുടെ ഇടിക്കയിൽ ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നല്ല കടയിൽ വരുന്നവർക്കെല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പെറ്റ്സിന് ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യനില്ല. ഈ പുറമേ അവർക്ക് വളർത്താനുള്ള മടി, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരു എതിർപ്പ് ഒക്കെ കാരണമായിരിക്കും മിക്കവർക്കും വളർത്താൻ പറ്റാതെ പോകുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതിന് ഇഷ്ടമില്ലാത്ത ആരുമില്ല. കടയിൽ വന്നവരെല്ലാം ദൈവമേ അതിനെ നേരത്തും താഴത്തും വെക്കാതെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവളെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് എണ്ണം വന്നു കേട്ടോ. അതുവരെ ഈ പിള്ളേർ നിലത്തും താഴത്തും ഒന്നും വെക്കാതെ. അതുകൊണ്ട് ആഷ്മി ഇപ്പം കരയുമെന്നുള്ള രീതിയാണ്. ഇവിടെ ഏത് പട്ടിക്കുഞ്ഞുങ്ങളെ കൊടുത്താലും ആഷ്മിക്ക് കരച്ചിലാട്ടോ. ഡുണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവർ കൊട്ടൊന്നുമില്ല, ഒരുപാട് അങ്ങ് അടുപ്പായി. ഇപ്പോൾ അത്രയ്ക്ക് രസമായിരുന്നു. അത് ഈ അണ്ണനായിരുന്നു കൊടുക്കുന്നത്.
അപ്പോൾ അണ്ണൻ ചോദിക്കുമായിരുന്നു എത്ര ദിവസമായി കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, ഫുഡും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് പെഡിഗിരി ചെറുത് പാലിനകത്തിട്ട് കുതിർത്ത് കൊടുക്കുക, പെഡിഗിരി അങ്ങനെ കഴിക്കത്തില്ല, പാല് കുടിക്കും. പിന്നെ ആരോ റൂട്ടിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഈ പ്രായത്തിലുള്ള പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കാനാണ് ഡോക്ടർ എൻ്റെ അടുക്കൽ പറഞ്ഞത് കേട്ടോ. അതും പ്രകാരമാണ് ഞാനിവർക്ക് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പാലിനകത്ത് ഇതാക്കി കൊടുക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ ഒന്നുമില്ല, നമ്മൾ കറക്റ്റ് വിരയുടെ മരുന്ന് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇവർക്ക് ഒരു ഡോസ് മരുന്ന് കൊടുത്തതാണ്, ഇനി അടുത്ത മരുന്ന് ഇപ്പോൾ കൊടുക്കണേ, ഇനി ചെല്ലുമ്പം 1-2 ദിവസം കൊടുക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഏത് പട്ടിക്കുഞ്ഞുങ്ങളെ കൊടുത്താലും ഞാൻ വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഞാൻ വിടുന്നു കേട്ടോ. അവർക്കറിയാം. ഈ അണ്ണൻ ഒരു പട്ടി ഉണ്ടായിരുന്നു, അത് പ്രായമായിട്ടാണ് മരിച്ചത് കേട്ടോ. കാരണം ഒരുപാട് പൈസ അവർ ആ പെറ്റിന് വേണ്ടി ചിലവാക്കിയതായിരുന്നു, എന്നിട്ട് അവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാളുകൊണ്ട് അവർക്ക് ഇത് ഇല്ലാതിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഇവളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അപ്പം അണ്ണൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു പാത്രത്തിൽ എപ്പോഴും വെള്ളം വെച്ചിരിക്കണേ, പിന്നെ മീനിൻ്റെ എരിയും പുളിയും കൊടുക്കരുത്, ചോറിനകത്ത് മീനിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകിയേ കൊടുക്കാവൂ, കഴുകി ഞെവിടി വെച്ച് കൊടുത്താൽ അവളിപ്പോൾ ചോറൊക്കെ കഴിച്ചോളും കേട്ടോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ പാല് 2 നേരം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 2-3 നേരം ഒരുപാട് കട്ടിക്ക് കൊടുക്കരുത്. ഒരുപാട് പിന്നെ കട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദഹനക്കേടുണ്ടാകും കേട്ടോ, പ്രശ്നങ്ങളാവും. പിന്നെ മുട്ടയായാലും അങ്ങനെ ഇപ്രായത്തിൽ അങ്ങനെ കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഞാൻ ദഹിക്കത്തില്ല അവർക്ക് അങ്ങനെ പെട്ടെന്ന്. പാലൊക്കെ നിറമായിട്ട് കൊടുക്കണം എന്നൊക്കെയാണ്. അപ്പോൾ അണ്ണൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് 1-2 ചെള്ള്. അവൾക്ക് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ സ്പോട്ട് ഓൺ പുരട്ടി ചെള്ളെല്ലാം പോയതാണ് കേട്ടോ. ഇപ്പോൾ കുറേ കാലം കൊണ്ട് ചെള്ളില്ലായിരുന്നു, ഇപ്പോൾ അവർക്ക് ചെറുതായിട്ട് ചെള്ള് വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അവർക്ക് സ്പോട്ട് ഓൺ പുരട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേഹത്തിൽ 2-3 ചെള്ള് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണൻ പറയുന്ന അണ്ണൻ്റെ മോൾ അവിടെ പ്രസവിച്ച് കിടക്കുക, 10-30 ദിവസം ആയതേ ഉള്ളൂ. അപ്പം വീട്ടുകാർക്ക് ഇപ്പോൾ ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടു ചെല്ലുന്നതിനോട് ഒരു എതിർപ്പുണ്ട്, പ്രത്യേകിച്ച് ചെള്ളുണ്ടെങ്കിൽ കൊണ്ടു ചെല്ലല്ലേ എന്നാണ് പറഞ്ഞ്. സൂക്ഷം പോലെ 1-2 ചെള്ള അവിടെ ദേഹത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അണ്ണ ഷാമ്പൂ ഒക്കെ ഇട്ട് പുരട്ടി കുളിപ്പിച്ച് ചീപ്പി കളഞ്ഞാൽ മതി, അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് അണ്ണനുണ്ടെങ്കിൽ അണ്ണൻ എന്നെ വിളിക്കണേ, ഞാനിങ്ങനെ എടുത്തോണ്ട് പോരാവേ എന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല, അവർ നല്ല സുന്ദരമായിട്ട് നോക്കിക്കോളും. പ്രത്യേകിച്ച് ഇവളവിടെ ചെത്ത് കഴിഞ്ഞാൽ അവരെല്ലാം കയ്യിലെടുത്തോളും. കാരണം ഇവളെ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇവളെ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അണ്ണൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു പട്ടിക്കുഞ്ഞിനെ കൊടുക്കണേന്ന്. അങ്ങനെ അണ്ണൻ അവളെയും കൊണ്ട് പോവുകയാണ്. ഫ്രണ്ടിലൊരു ബൈൻഡിങ് കൂടിനകത്താണ് അവളെ ഇട്ടേക്കുന്നത്. അവളിതൊന്നും അറിയാതെ പോവുക. നമുക്ക് നോക്കി നിന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും സന്തോഷത്തോടെ ജീവിക്കാനാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു സമാധാനം.